പെട്ര, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. ദുബായ് വിപണിയിൽ സ്വർണ്ണവില വീണ്ടും താഴേക്ക്. ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയ വൻ മുന്നേറ്റങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്കാണ് വ്യാഴാഴ്ച രാവിലെ ദുബായിൽ സ്വർണ്ണവില എത്തി നിൽക്കുന്നത്. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന ഉപഭോക്താക്കൾക്കും പ്രവാസികൾക്കും വലിയ ആശ്വാസം നൽകുന്നതാണ് പുതിയ വില വിവരങ്ങൾ. ദുബായ് വിപണിയിൽ സ്വർണ്ണവില വീണ്ടും താഴേക്ക് വരികയാണ്. ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയ വൻ മുന്നേറ്റങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരയിലേക്ക് സ്വർണം എത്തി നിൽക്കുന്നത്. ആഗോള വിപണിയിലുണ്ടായ വൻ വില തകർച്ചയുടെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ യുഎയിലെ വിപണിയിലും പ്രകടമായത്. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന ഉപഭോക്താക്കൾക്കും പ്രവാസികൾക്കും വലിയ ആശ്വാസം നൽകുന്നതാണ് പുതിയ വില വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം രാവിലത്തെ വിപണി വിവരങ്ങൾ പ്രകാരം ദുബായിൽ 24 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 485.75 ദിർഹം എന്ന നിരക്കിലായിരുന്നു വ്യാപാരം നടന്നത്. ഇത് അതിനു മുമ്പ് 486.50 ആയിരുന്നു. അതേസമയം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില കഴിഞ്ഞ ദിവസം 450.50 നിന്നും താഴ്ന്ന് ഇന്നലെ അത് 449.75 എന്ന നിരക്കിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു ലാഭം തന്നെയാണ് ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ സ്വർണ്ണവില വലിയ തോതിൽ ഉയർന്നു നിന്നിരുന്നു. ജൂൺ 1-ന് 24 ക്യാരറ്റ് സ്വർണം 539.75 ദിർഹം നിരക്കിലും 22 ക്യാരറ്റിന് ദിർഹം 500 നിരക്കിലുമാണ് വിപണി തുടർന്നത്. തൊട്ടടുത്ത ദിവസമായ ജൂൺ 2-ഓടെ വില യഥാക്രമം 542.50, 502.25 എന്ന നിരക്കുകളിലേക്ക് ഉയർന്നു. ഇത് തന്നെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. എന്നാൽ ഈ കുതിച്ചുചാട്ടത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. ജൂൺ ആദ്യവാരം വില ഉയർന്ന നിലവാരത്തിൽ തുടർന്നുവെങ്കിലും ജൂൺ 10-ഓടെ ആദ്യമായി ഒരു വലിയ തിരുത്തൽ നേരിടുകയും 24 ക്യാരറ്റ് സ്വർണം 492.50 ദിർഹത്തിലേക്ക് താഴുകയും ചെയ്തു. പിന്നീട് ജൂൺ 16-ഓടെ 522.25 വരെ ഉയർന്ന് വിപണി വീണ്ടും ശക്തമായ തിരിച്ചുവരവ് പ്രകടിപ്പിച്ചുവെങ്കിലും വ്യാഴാഴ്ച രാവിലെ ആയപ്പോഴേക്കും ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 485.75 നിൽക്കുകയായിരുന്നു. ആഗോളതലത്തിൽ സ്വർണ്ണവിലയിലുണ്ടായ ഇടിവ് തന്നെയാണ് ദുബായിലെ റീറ്റെയിൽ നിരക്കുകളെയും സ്വാധീനിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കഴിഞ്ഞ നവംബറിന് ശേഷം ആദ്യമായി ഔൺസിന് $4,000 താഴേക്ക് പതിച്ചിരുന്നു. $ഡോളർ ശക്തി പ്രാപിച്ചതും വരും മാസങ്ങളിൽ പലിശ നിരക്ക് ഉയർന്നേക്കാമെന്ന ശക്തമായ സൂചനകളും തന്നെയാണ് രാജ്യാന്തര തലത്തിൽ സ്വർണത്തിന് തിരിച്ചടിയായതും. ഇന്നലെ സ്പോട്ട് ഗോൾഡ് വില 0.9% ഇടിഞ്ഞ് ഔൺസിന് $3,964 എന്ന നിലവാരത്തിലേക്കും എത്തിയിട്ടുണ്ട്. ഡോളർ സൂചിക ശക്തമായതോടെ മറ്റ് കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നവർക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇത് വിപണിയിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.